ആ മോളെ, കൊച്ചച്ഛൻ ഇറങ്ങാ. വന്ന് ടാക്സിക്ക് തന്നെ തിരിച്ചു പോയാ രാത്രിക്ക് മുമ്പ് ജയിലിലെത്താ. ജയിൽ പുള്ളിയാടാ എന്റെ ഈശ്വര. എനിക്ക് ഈ നാട്ടില് മാന്യമായിട്ട് ജീവിക്കാനുള്ളതാണ്. ഇത് ഭയങ്കര ചതിയായി പോയിട്ടാ. കൊലയാളികൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കില്ല. അമ്മച്ചി എന്റെ കൊല്ലല്ലേ. ഞാൻ ജയിൽ പുള്ളി ഒന്നുമല്ല, ജയിലറാ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ. സാർ, എടാ സാറ് പോലീസ് ഓഫീസറാണെന്ന്. കാശൊന്നും കൂടുതൽ മേടിക്കണ്ട. താനും ഞാൻ ഫ്രീ ആണ് സാർ. ഇവിടെ ഒരുപാട് കുട്ടികളെ കിട്ടും പാട്ട് നൃത്തമൊക്കെ പഠിപ്പിക്കാൻ. അതോടുകൂടി ഇവളുടെ ബോറടി മാറും. ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുണ്ടല്ലോ. ഭാരതിയമ്മയ്ക്ക് എന്നെ പോലെ തന്നെ ഒറ്റ മോളാണോ? ഏയ് അല്ല, ഇവളെ ഏറ്റവും ഇളയതാ. എനിക്ക് 2 ഏട്ടന്മാരുണ്ട്. ഈ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം എന്റെ മൂത്ത മോൻ ഉണ്ണിയാ. ദുബായിക്കാരനാ. രണ്ടാമത്തവൻ ബാലു, ഭയങ്കര അധ്വാനിയാ. ഈ പുഴയുടെ അക്കരെ സ്വന്തമായിട്ടൊരു കൃഷിത്തോട്ടം തന്നെ ഉണ്ട്. എന്നാലും പോലീസിലാകണമെന്നാ അവന്റെ ആഗ്രഹം. SI ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുക. എന്നിട്ട് കക്ഷി എവിടെങ്കിലും കണ്ടില്ലല്ലോ. ട്രെയിനിങ് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിരിക്കുക. തൊപ്പി തലയിൽ കേറിയിട്ടില്ലെങ്കിലും ഇപ്പോഴേ SI എന്ന പുള്ളിയുടെ വിചാരം. എല്ലാം കൊണ്ടും സന്തുഷ്ട കുടുംബം. ഇനി ഒരു സർപ്രൈസ് റൂം കൂടി. ഇതാ ഉണ്ണിയേണ്ട പരീക്ഷണശാല. ദേ നോക്കിയേ. ദേ ഇത് കണ്ടോ? കോളേജ് എക്സിബിഷന് ഇന്ത്യ പാകിസ്ഥാൻ വാർ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഡെമോൺസ്ട്രേറ്റ് ചെയ്തതാ. ഏട്ടൻ അതിന് ഫസ്റ്റും കിട്ടി. ഏട്ടനൊരു സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ട്രിക്സിന്റെ ആളാ. ഇത് കണ്ടില്ലേ, വാർ ഫ്രണ്ട്. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ.